റെഡി റെക്കനർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് പോലീസിൻ്റെ പണി കഴിഞ്ഞ് ഇത് ഉറപ്പിച്ചിൻ്റെ പണിയിലാണ്. ഇത് ഫിറ്റ് ചെയ്ത് ഇല്ല കോമ്പോസ് ഫിറ്റ് ചെയ്ത് കോമ്പോസിൻ്റെ പിന്നെ റൗണ്ട് ഇതിൽ പിന്നെ റുബും ചെയ്യുന്നു പിന്നെ റൂസോലും കൂടി ഒത്തിണങ്ങിയ ഒരു കോമ്പോസാണ്. അത് ഫിറ്റ് ചെയ്ത് ഇനി മറ്റുള്ളത് ഫിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പേരും അതിൻ്റെ സ്റ്റിക്കറും കൂടി ഇതിന് ഒട്ടിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റെഡി റെക്കനറാണ്. ഇപ്പം ഇതിൻ്റെ സൂചി വടക്കോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വടക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടത്തെ ഭാഗം പടിഞ്ഞാറ്, എൻ്റെ വലത്തെ ഭാഗം കിഴക്ക്, എൻ്റെ പിൻവശം തെക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ദിശകൾ 4 മനസ്സിലാക്കല് ഇത് വെച്ചുകൊണ്ടിട്ട്. അപ്പോൾ ദിശ മനസ്സിലായി. നമ്മൾ കേരളത്തിൽ നിന്ന് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ നമ്മൾ കിബിലക്ക് തിരിഞ്ഞിരിക്കുന്നത് ഈ സൂചി നമ്മൾ 76.28 നിർത്തണം. അപ്പോൾ ഈ സൂചി 76.28 നിർത്തിയാൽ കിബിലതാ ഇങ്ങനെ ഇവിടുന്ന് തിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൂചി പടിഞ്ഞാട്ട് പിന്നെ വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ നമ്മളെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തു നിന്നാണ് പിന്നെ കേരളത്തിൽ കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ ഈ വെള്ളം കാറ്റ് വരുന്നത്. അത് കാരണം ആ ഭാഗമാണ് പിന്നെ കടൽ. അപ്പോൾ കടലിൽ നിന്ന് തണുത്ത കാറ്റ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തേക്കായിരിക്കണം ഏത് സ്ഥലത്ത് പെരണ്ടാക്കുകയാണെങ്കിലും അടുപ്പിൻ്റെ മുഖം. അപ്പോൾ അടുപ്പിൻ്റെ മുഖം കിഴക്ക് വടക്ക് ഭാഗത്ത് അടുപ്പ് വെച്ചാൽ പടിഞ്ഞാട്ട് അടുപ്പിൻ്റെ മുഖം. അതോടുകൂടെ തന്നെ അത് 1ാം സ്ഥാനം. 2ാമത്തെ സ്ഥാനം അടുപ്പിന് വേറെ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെയാണ് കിണറും ഒരുവിധം കാണൽ. അവിടെ സൗകര്യമാണെങ്കിൽ 1, 2, 3, 4 സ്ഥാനമാണ് ഈ ദിശയിൽ. പിന്നെ ഇതിനെ 8ആക്കി സങ്കല്പിച്ചിട്ടുണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ. അതിൽ 8ആക്കി അവർ സങ്കല്പിച്ചത് ചില പിശാചുക്കളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യനുസരിച്ചും നമ്മളെ വിശ്വാസം അനുസരിച്ചും പെര എവിടെ ഉണ്ടാക്കി അതിൻ്റെ ഔത്ത് കക്കൂസ് ഉണ്ടാക്കിയാൽ അതിൽ ആണും പെണ്ണും പിശാചുണ്ട് എന്ന് റസൂൽ നമുക്ക് സൂചന നൽകിയിട്ടുണ്ട്. കാരണം കക്കൂസിൽ കിടക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലാൻ ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും പഠിച്ചവനെ എന്നിനി നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയാൻ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിശാചിൻ്റെ കഥ അതൊക്കെ. പിന്നെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ഇവർ ചില പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കന്നിക്കോടിയാണ്. ആ കന്നിക്കോടിയിൽ ഒന്നും പാടില്ല. ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവിടെ നീരുള്ളി എന്ന് പറഞ്ഞ പിശാചി ഇരിക്കുന്നുണ്ട്. ആനെ ദേഷ്യം പിടിപ്പിച്ചാൽ സംഗതി വലിയ കുഴപ്പമാണ്. അങ്ങനെ അത് ഒന്നുമില്ല. കാരണം കേരളത്തിലെ അപേക്ഷിച്ചിടത്തോളം ആ ഭാഗത്ത് നിന്ന് കാറ്റ് വരുമ്പോൾ അവിടെ ദുർവാസനകളോ അടുപ്പോ ഒക്കെ വെച്ചാൽ ആ പുക മുഴുവൻ അകത്ത് പ്രവേശിച്ചാൽ ആ വാസന. അപ്പോൾ അത് നന്നല്ല എന്നാണ് ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചം. ലാ തുൽഖു ഐദിയക്കും ഇല തഹ്ലുക എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ
എല്ലാ രൂപത്തിലും സ്ഥാനനിർണയം 4 കാര്യങ്ങൾ, പിന്നെ സ്ഥാനനിർണയത്തിനും പിന്നെ ഒരു കാര്യം ഇപ്പോൾ പുതുതായി വന്ന ഒരു കാര്യം, 5ാമത്തെ ഒരു കാര്യമാണ്. അത് പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട്. അതായത് 4 കാര്യം പറഞ്ഞത് ഖുർആനിൽ തന്നെ. അവ്വല ബൈത്തിൻ യുദയിൽ ഇന്നാസിൽ ഇല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ ഖുർആൻ, അത് KG രാഘവൻ നായർ അതിനൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്കായി നാം ആദിയിൽ സജ്ജമാക്കിയിടിനാ മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവക്കും ഒന്നുപോൽ മാർഗപ്രചോദനം നൽകിടും ഭാവിയിൽ. അതിൽ 4 കാര്യങ്ങളുണ്ട്. കണക്ക്, കണവ്, ദാനം, ദിശ. അത് കഅബത്തിന് ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതൊക്കെ വിശദീകരിക്കാം പിന്നെ. അസ്സലാമു അലൈക്കും.